ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഏറെ നാളിന് ശേഷമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ടല്ലോ പറയുന്നത്, ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു അപ്ഡേറ്റ്സും എനിക്കറിയില്ലായിരുന്നു. അതിനാണ് ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണേണ്ടത്. അപ്പോൾ അവരുടെ അതിലൊരു ഇൻ്റർവ്യൂ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന ആരതി പൊടിയുടെയും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അപ്ഡേഷൻസ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞാൻ പറയണത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് വിവാഹമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് എൻഗേജ്മെൻറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നായിരുന്നു അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ വർഷം, അതായത് 2025 ഫെബ്രുവരി 16 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും വിവാഹിതരാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് അല്ലേ അത്. അതിനിടയ്ക്ക് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു, അവർ തമ്മിൽ പിരിഞ്ഞു, അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോഴും രണ്ടുപേരും സൈലൻ്റ് ആയിരുന്നു. അത് അവരുടെ ഒരു മെച്യൂരിറ്റി അല്ലേ. എല്ലാത്തിനും കയറി റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും വിമർശിക്കാനേ ഉടനെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് അതിനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് അദ്ദേഹം അങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. നല്ല ഒരു കാര്യമാണത്. ആവശ്യമുള്ളതിന് മാത്രം റിയാക്ട് ചെയ്യുക, സമൂഹത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം 2 വാക്ക് പറയുക എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും, അദ്ദേഹം സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് മതി. അല്ലാണ്ട് ഒരുപാട് അദ്ദേഹത്തെ വിമർശിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ തന്നെ വന്ന് മറുപടി കൊടുക്കുക. പിന്നീട് അവിടെ നിന്ന് കുറേ യൂട്യൂബേഴ്സ് അദ്ദേഹത്തിന് വെച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്യുന്നു, വിമർശിക്കുന്നു. അതിൻ്റെയൊക്കെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് അന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു പാതയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എല്ലാവർക്കും അറിയാം, ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്, ജോബ് ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇരിക്കുകയാണ്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു പ്രൊഫഷനാണ് ഡോക്ടർ എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു പ്രൊഫഷനെ ആക്കി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം ഒരു ബ്രാൻഡ് അംബാസിഡർ ആണത്രേ. ഒരു ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽഫെയർ കമ്പനിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം വെച്ചിട്ടായിരിക്കും ഇനി ആ ഒരു കമ്പനി കൂടുതൽ പരസ്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയോരത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോസ്റ്ററുകൾ കാണാമെന്നാണ് അത് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമ പ്രവേശനമായിരുന്നു. അതും അദ്ദേഹം അടുത്ത് തന്നെ ചെയ്യുന്ന പ്ലാൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ മുമ്പത്തെ പോലെയൊക്കെ ഞാനിപ്പോൾ വരും, ഇപ്പം ചെയ്യും, അങ്ങനെയുള്ള രീതിയൊന്നുമില്ല. എല്ലാം വളരെയധികം ശ്രദ്ധിച്ചാണ് അദ്ദേഹം ഓരോ മൂമെൻറ്റും വെക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സിനിമ ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ആരതി പൊടിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് അങ്ങനെ വരും എന്ന് തന്നെയാണ് ആരതി പൊടിയും പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആരതി പൊടിയുമായിട്ടുള്ള ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആരതി പൊടി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് എൻഗേജ്മെൻറ്റിന് ശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ആരതി പൊടി എന്താ പറയുന്നത്, എവിടെയും വിടാതെ പിടിച്ചു വെച്ചിരിക്കണം. അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആരതി പൊടിയുടെ പിന്നാലെ നടക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ശരിയല്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പേസ് എടുത്ത് തന്നെയാണ്. അദ്ദേഹം കുറേ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിട്ടു നിന്ന് മനഃപൂർവ്വം തന്നെയാണ്. ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് ട്രോളുകളൊക്കെ വന്നപ്പോൾ മനഃപൂർവ്വമായിട്ട് അന്ന് വിട്ടു നിന്ന് തന്നെയാണ്. അത് നമുക്കെല്ലാവർക്കും നല്ലതായിട്ട് തന്നെ തോന്നി അല്ലേ. ഒരുപാട് ട്രോളുകൾ അദ്ദേഹത്തെ കുറിച്ച് വന്നു. ഒരുപാട് ആൾക്ക് യൂട്യൂബേഴ്സ് അതിന് വെച്ചിട്ട് വീഡിയോ ചെയ്ത് ഒരുപാട് ഹാട്രഡ് വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് വിട്ടുന്നത് വളരെ നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവരുടെ ലൈഫിനെ കുറിച്ച് വളരെ നോർമലായിട്ടുള്ള ഒരു കപ്പിൾ എങ്ങനെയാണോ അതേപോലെ തന്നെ അവർ പോകുന്നത്. ചിലപ്പോൾ പിണങ്ങാറുണ്ട്. അതുപോലെയുള്ള എല്ലാവരും അല്ല, ഞങ്ങൾ ഭയങ്കര നല്ലൊരു കപ്പിളാണ്, ഞങ്ങൾ ഇതുവരെ അടികൂടിയിട്ട് അങ്ങനെയൊന്നല്ല അവർ പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ സാധാരണ ഒരു കപ്പിൾ പോലെ തന്നെയാണ്. അല്ലാണ്ട് വലിയൊരു സെലിബ്രിറ്റി ലെവലിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സമൂഹത്തോട് ഞങ്ങൾ ഇതുവരെ അടികൂടിയിട്ടില്ല അങ്ങനെയൊന്നല്ല അവർ പറഞ്ഞത്. അതുപോലെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 3 കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായി ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ ഒരു ഡേറ്റ്, പിന്നെ അദ്ദേഹം സിനിമയിൽ പ്രവേശനത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം ഒരു ബ്രാൻഡ് അംബാസിഡറാണ്. ഒരു മെഡിക്കൽ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നാണ്. വളരെ നല്ല കാര്യം അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫീൽഡുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് അല്ലേ ഒരു ബ്രാൻഡ് അംബാസിഡർ മെഡിക്കൽ കമ്പനി എന്ന് പറയുമ്പോൾ.
ഇനിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. കൂടുതൽ സിനിമ എന്നാണ്, ഏതാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വിവാഹം എന്തായാലും ഫെബ്രുവരി 16-നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ അപ്ഡേഷൻസും പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ആയിരിക്കും ഇനി വൈറലാകാൻ പോകുന്നത്. അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.